സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് മോഡൽ എക്സാം 2021 ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 24 വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ 25 to 35. അപ്പോൾ ഇതിൽ ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 25 to 35 ഈച്ച് ക്യാരീസ് 4 സ്കോർ. അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി 25 to 35. നല്ല ചോയ്സ് ഉണ്ട്. അതിൽ തന്നെ മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നെ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ 2 വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് an angle theta as shown in figure. Redraw the figure and mark the resultant vector r. അപ്പോൾ 2 വെക്ടർ എ ആൻഡ് ബി തന്നിട്ടുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ആംഗിളാണ് എന്ത്, തീറ്റ. അപ്പോൾ റിസൾട്ടൻറ്റ് വെക്ടർ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ട്, അപ്പം ഇതായിരിക്കും എന്ത്, ഈ ഡയഗ്രാമാണ് എന്ത്, റിസൾട്ടൻറ്റ് വെക്ടർ ആർ എന്ന് കാണിക്കുന്നത്. റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് വെക്ടർ ആർ. ആറിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, വെയർ എ ആൻഡ് ആംഗിൾ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് 2 മാർക്ക് ഇവിടെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. 2 forces A and B of magnitude 6 Newton and 8 Newton are acting perpendicular to each other. Find the magnitude of the resultant force. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്, 6 ന്യൂട്ടണും 8 ന്യൂട്ടൺ ആണ്. ദേ ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ തീറ്റ എന്നുള്ളത് 90 ഡിഗ്രിയാണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 10 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 26. എ projected with a velocity v0 making an angle theta with horizontal. Derive equations for maximum height and time of flight for a projectile. അപ്പം പ്രൊജക്ടൈലിൻ്റെ നമ്മൾ ഈ ഡെറിവേഷനൊക്കെ ഷുവറായിട്ട് വരുന്നതാണ് 3 ഇക്വേഷൻസ്. നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സാമിന് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രൊജക്ടൈൽ ഇനീഷ്യൽ വെലോസിറ്റി v0 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിന് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ട്. അപ്പം എക്സ് കമ്പോണൻറ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി v0 കോസ് തീറ്റയും വൈ എന്നുള്ളത് വൈ കമ്പോണൻറ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി v0 സൈൻ തീറ്റയുമാണ്. മാക്സിമം ഹൈറ്റ് കാണാൻ നമ്മൾ ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് വെലോസിറ്റി vy സ്ക്വയർ ഇസ് ഈക്വൽ ടു uy സ്ക്വയർ പ്ലസ് 2ay ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം vy വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ നമുക്ക് vy എന്നുള്ളത് ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ 0. അപ്പം uy എന്നുള്ളത് v0 സൈൻ തീറ്റയാണ്. അപ്പം v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2g ഇൻറ്റു എച്ച്. അപ്പം g നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്വേർഡാണ്. അപ്പം g എന്നുള്ളത് ഡൗൺവേർഡാണ്. അപ്പം മൈനസ് g എടുക്കണം. അപ്പോൾ നമുക്ക് 2gh ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ നിങ്ങൾ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് പഠിച്ചതെങ്കിൽ u എന്നുള്ളത് എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതാണ് v0 സ്ക്വയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ കംപ്ലീറ്റ് മോഷനിൽ ആ മോളിൽ നിന്ന് എറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞ് തിരിച്ച് ഇവിടെ എത്താനുള്ള ടോട്ടൽ ടൈമാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു uy ഇൻറ്റു ടി പ്ലസ് ഹാഫ് ay ടി സ്ക്വയർ വരും. 0 is equal to v0 sin theta into t plus half into minus g into t square ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീൻ്റെത് 2v0 sin theta by g. ഇതൊക്കെ നമ്മൾ മോഷനിൻ്റെ പ്ലെയിൻ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ടോപ്പിക്സ് ആണ്. അത് കാരണമാണ് ഞാൻ ജസ്റ്റ് എഴുതിയിട്ട് കാണിച്ചു തരുന്നത്. ആ ഡെറിവേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 27. Define impulsive force. Give one example for it. Impulsive forces are large amount of forces acting for a short duration of time, അല്ലെങ്കിൽ short period of time.
ഹിറ്റിംഗ് എ നെയിൽ വിത്ത് ഹാമർ എന്താണ് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഫുട്ബോൾ കിക്ക് ചെയ്യണത് ആ ഒരു മൊമെൻറ്റിൽ ചെറിയൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതും ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. ബാറ്റ്സ്മാൻ എന്താണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് എടുത്തിട്ട് ബോളിനെ ഹിറ്റ് ചെയ്യണത് ആ ഒരു ഫോഴ്സ്, അതും ഇമ്പൾസീവ് ഫോഴ്സാണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ബൗളർ without changing its initial speed of 12 meter per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball. Assume linear motion of the ball. അപ്പം ബോള് പോയി ബാറ്റ് ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി സെയിം ആണ്, പക്ഷേ എന്താണ് ഡയറക്ഷൻ മാറുകയാണ്. അപ്പം V1 is equal to -12 എടുത്തു, V2 +12, m 0.15 കിലോഗ്രാം. നമുക്കറിയാം ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളാണ് എന്ത്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് എന്ത് മൊമെൻറ്റം. സോ MV2 - MV1 അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 0.15 ഇൻറ്റു V2 12 -12 തിരിച്ചു വരുന്നത് അല്ലേ. അപ്പം 0.15 ഇൻറ്റു 24 വരും, അപ്പോൾ 3.6 ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത് ഇമ്പൾസിൻ്റെ യൂണിറ്റ്. Question 28. State the principle of conservation of mechanical energy. Prove the principle of conservation of mechanical energy in the case of freely falling body. ഞാൻ ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡെറിവേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ എനർജീൻ്റെ കൺസർവേഷൻ എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇസ് കൺസേർവ്ഡ് ഇഫ് ദ ഫോഴ്സ് ഇസ് കൺസർവേറ്റീവ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും സം ആണ് എന്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രീ ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പൊസിഷൻ എടുക്കും. ഇനീഷ്യലി എ എന്നുള്ള പൊസിഷനിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഒരു പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ദ ജേർണി ആൻഡ് സി അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് സി ആയിട്ട് എടുത്താൽ ഈ 3 പോയിന്റിലും മെക്കാനിക്കൽ എനർജി സെയിം ആണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഷുവറായിട്ട് ഏത് എക്സാമിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം പൊസിഷൻ എയിൽ കൈനറ്റിക് എനർജി 0 ആണ്, ബിക്കോസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. Potential energy is equal to mgh because it's a height of h from the ground level. But total mechanical energy എന്ന് പറഞ്ഞാൽ sum of kinetic and potential energies 0 plus mgh എന്ന് പറഞ്ഞാൽ mgh എന്ന് കിട്ടി നമുക്ക്. ഇനി at the position B, kinetic energy is half mvb square. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഷനിലാണുള്ളത്. അപ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, എത്രയാ vb. അപ്പം ഹാഫ് MVB സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h-x. എന്തുകൊണ്ടാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് h-x ഹൈറ്റിലാണ് എന്തുള്ളത് ഒബ്ജക്റ്റ് ഉള്ളത് ഇപ്പോൾ. അപ്പം പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ് B ഈസ് mg ഇൻറ്റു h-x. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ VB സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2gx, u ഈക്വൽ 0. ദ ഒബ്ജക്റ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം A to B ആൻഡ് ഇറ്റ് ഹാഡ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് x. അപ്പം VB സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx എന്ന് കിട്ടും. ആ VB സ്ക്വയറിനെ നമ്മൾ ഹാഫ് MVB സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഹാഫ് m ഇൻറ്റു VB സ്ക്വയർ 2gx, അപ്പം നമുക്ക് mgx എന്ന് കിട്ടും. ഇനി ടോട്ടൽ മെക്കാനിക്കൽ എനർജി mg ഇൻറ്റു h-x പ്ലസ് mgx. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം -mgx എന്നുള്ളത് ക്യാൻസൽ ആവും, അപ്പോൾ നമുക്ക് mgh എന്ന് കിട്ടും. ഇനി അറ്റ് ദ പോയിന്റ് C, പൊട്ടൻഷ്യൽ എനർജി 0 ബിക്കോസ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ കൈനറ്റിക് എനർജി ഹാഫ് MVC സ്ക്വയർ, ഇതിൻ്റെ വെലോസിറ്റി ഇവിടെ VC ആണെങ്കിൽ VC സ്ക്വയർ. VC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ന് സിയിലേക്ക് എത്തുമ്പോഴേക്ക് ഇറ്റ് ഹാഡ് എ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് h. ഇനീഷ്യൽ വെലോസിറ്റി വാസ് 0, സോ V സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ VC സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ ഇസ് 0, സോ V സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. അപ്പോൾ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു 2gh, ഹാഫ് ക്യാൻസലായി mgh എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, അപ്പം ടോട്ടൽ എനർജി mgh എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് 3 പൊസിഷനിലും ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജീൻ്റെ ഫ്രീ ഫോളിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, derive an equation for potential energy of a stretched spring. Draw a graph showing the variation of kinetic energy and potential energy with displacement in the case of spring obeying Hooke's law.
അപ്പം പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് റിസ്റ്റോറിങ് ഫോഴ്സ് എന്നുള്ളത് -kx ആണ്. അപ്പം നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് kx ആയിരിക്കും. അപ്പം ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സിന് അപ്ലൈ ആവണ വർക്ക് എത്രയാണ്? FdX ആണ്. അപ്പോൾ kx/dx കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ 0 to x ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ kx²/2 അല്ലെങ്കിൽ ½ kx² കിട്ടും. ഇത് ജസ്റ്റ് 2 മാർക്കിൻ്റെ ഡെറിവേഷനാണ്, നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മതി. ഈസി ആയിട്ട് കിട്ടുന്ന ആൻസറാണ്. അതേപോലെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിൽ നമ്മൾ എന്താ പറയുക, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. പൊട്ടൻഷ്യൽ എനർജിയിൽ 0 എന്നുള്ള പൊസിഷനിൽ മാക്സിമം ഹൈറ്റിൽ വരുന്ന എന്താണ്, അവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരുന്നത്. താഴോട്ട് വരുന്ന ഗ്രാഫാണ് എന്ത്? കൈനറ്റിക് എനർജി ഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G. നമുക്കറിയാം G is equal to gm/r², where G is universal gravitational constant, m mass of the earth and r is the radius of the earth. Derive an equation for acceleration due to gravity at a depth d from the surface of the earth. G equals gm/r² വെച്ച് തുടങ്ങും. പിന്നെ എമ്മിന് നമ്മൾ mass is equal to volume into density. Volume of a sphere is 4/3 pi r³, density rho. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4/3 pi g into r into rho എന്ന് കിട്ടും. G അറ്റ് ഡെപ്ത് എന്ന് പറയുമ്പം നമ്മൾ r എന്നുള്ളത് എന്താണ്? r-d ആണ്. ആ ഡെപ്ത് താഴോട്ട് വരുമ്പോഴേക്ക് അപ്പോൾ ആ ഡിസ്റ്റൻസ് r-d ആവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ r-നെ പുറത്തെടുക്കുമ്പം 1 - d/r വരും. അപ്പം G into 4/3 pi r rho എന്നുള്ളത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് ഇവിടെ കിട്ടിയിരിക്കുന്ന സാധനമാണ്. അത് കാരണം G into 1 - d/r ആണ് എന്ത്? നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചോളൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ 31, സ്റ്റേറ്റ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ പ്രഷർ അപ്ലൈഡ് ടു എൻ എൻക്ലോസ്ഡ് ലിക്വിഡ് ഇസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോർഷൻ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ. അൺഡിമിനിഷ്ഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ആവുന്നത് എൻക്ലോസ്ഡ് ലിക്വിഡിൽ ഫ്ലൂയിഡ് പ്രഷർ. Question B, a hydraulic automobile lift is designed to lift cars with a maximum mass of 3000 kg. The area of cross section of the piston carrying the load is for 25 centimeters square. What maximum pressure would the smaller piston have to bear? അതായത് നമ്മൾ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യേണ്ട പ്രഷറാണ് അവർ ചോദിക്കുന്നത്. അപ്പം വലിയ പിസ്റ്റണിലുള്ള മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോഴ്സാണ് എന്ത്? 3000 into G 9.8, അത്രയും ന്യൂട്ടൺ ആയിരിക്കും. ഏരിയ 425 cm² ആണ്. ലോഡ് ക്യാരി ചെയ്യുന്ന പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ വലിയ പിസ്റ്റൺ ആയിരിക്കും. അതിൻ്റെ ഏരിയ എത്രയാണ്? 425 cm² ആണ്. അപ്പോൾ നമുക്കറിയാം പാസ്കൽസ് ലോയിൽ പറയുന്നത് P1 is equal to P2 ആണ് അല്ലേ? P1 is equal to P2 ആണ് എന്ത്? പാസ്കൽസ് ലോയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം F1/A1 is equal to F2/A2. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F1/A1 ആണ്, അത് F2/A2 ആണ്. അപ്പോൾ F2 തന്നിട്ടുണ്ട്, A2 തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? 6.92 × 10⁵ പാസ്കൽസ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഒരുപാട് ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പം ഈ ഡെറിവേഷൻ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇത്രയും എഴുതിയാൽ മതി. ഇത് നമ്മുടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. മോഡൽ എക്സാമിന് അതിന് മുന്നേ പല സ്കൂളുകളിൽ നടന്ന സീരീസ് ടെസ്റ്റുകളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ഇതിൽ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഇസ് കൂൾഡ് ഫ്രം 4°C to 0°C ഇസ് നോൺ ആസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ അതേ സമയത്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് കൂടി ഏതെങ്കിലും ഇത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് അല്ലെങ്കിൽ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് ഏതെങ്കിലും ഒരു ഗ്രാഫ് വരയ്ക്കുക. അപ്പം ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് ആണെങ്കിൽ 4°C മാക്സിമം. പക്ഷേ നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ പറയുമ്പം ബെസ്റ്റ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും നല്ലത്. വോളിയം എന്താ വെച്ചാൽ എന്താ പറ്റുന്നത്? ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ 4° വരെ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വോളിയം
കുറയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കൂടും. അപ്പം എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫ്രം 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് 4 നിന്ന് 0ലേക്ക് പോകുമ്പോൾ എന്താണ് വോള്യം കൂടുകയാണ്. അപ്പോൾ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. അതാണ് എന്ത് അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ബി, കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ലേറ്റൻറ്റ് ഹീറ്റ് വരുമോ ഇല്ലയോ എന്ന്. മോഡൽ എക്സാമിൽ തന്നെ വന്നിട്ടുണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് വരും. കാൽക്കുലേറ്റ് the amount of heat energy required to convert 10 kilogram of water at 100 degrees Celsius to steam at 100 degrees Celsius. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ് ഫേസ് ട്രാൻസിഷൻ ആണ്. ബോയിൽഡ് വാട്ടറിന് സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഫേസ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റാണ് അവിടെ വേണ്ടത്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. അപ്പം Q is equal to ml ആണ് നമ്മുടെ ഫോർമുല. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം. ലേറ്റൻറ്റ് ഹീറ്റ് 22.6 × 10⁵ ജൂൾ പെർ കിലോഗ്രാം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 22.6 × 10⁶ ജൂൾസിന് കിട്ടും. Q = ml അത് മാത്രം പഠിച്ചാൽ മതി. വേറൊന്നും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ വരില്ല. അതേപോലെ നമുക്ക് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് a diagram derive an equation for the period of a simple pendulum. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും വന്നിരിക്കുന്ന 4 മാർക്കിനാണ്. അപ്പം സിമ്പിൾ പെൻഡുലം നമ്മൾ അതിൻ്റെ ടെൻഷൻ കമ്പോണൻ്റ് എല്ലാം നമ്മൾ കാണിക്കുക. തീറ്റ, ആംഗിൾ അലൈൻമെൻറ്റ്, mg cos θ, mg sin θ ഒക്കെ കാണിക്കുക. റിസ്റ്റോറിങ് ഫോഴ്സ് F is equal to -kx ആണ്. അതേപോലെ അതിന് റിസ്റ്റോറിങ് ഫോഴ്സിന് റീസണബിളായിട്ട് ബാലൻസ് ചെയ്യുന്ന ഏതാണ് mg sin θ ആണ്. അത് F is equal to mg sin θ. അപ്പം തീറ്റ സ്മോൾ ആകുമ്പോഴേക്ക് sin θ is approximately equal to θ. that is equal to x/l, ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള x/l കിട്ടും. അപ്പം F is equal to -mg sin θ, അതായത് റിസ്റ്റോറിങ് ഫോഴ്സ് -mg θ. അപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്ത് ഫോഴ്സ്. അപ്പം ma is equal to -mg into x/l, or acceleration is equal to m ക്യാൻസൽ ആവും. അപ്പം -ga/l into x എന്ന് കിട്ടും. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് എന്ത് -ω² എന്നുള്ളത്. അപ്പം a is equal to -ω²x, that is equal to -g/l into x അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും കമ്പയർ ചെയ്യുമ്പം ω² is equal to g/l എന്ന് കിട്ടും. അതേസമയം നമുക്കറിയാം ω is equal to 2π/t. 2π/t is equal to ω² ആണ് g/l. അപ്പോൾ ω എന്താണ് √of g/l. അപ്പം 2π/t is equal to √of g/l. അപ്പോൾ t is equal to 2π/ω. അപ്പോൾ 2π/ω √of g/l. അപ്പോൾ എന്ത് കിട്ടും 2π √l/g എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇത് ഷുവറായിട്ടും പഠിക്കണേ, എന്തായാലും വരും ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 35, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A wave traveling along a string is described by y of xt is equal to 0.005 sin 80x minus 3t, in which the numerical constants are in SI units. 0.005 meter എല്ലാം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത് ആൻഡ് പീരിയഡ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഈസിയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ മതി. y of xt is equal to a sin kx minus ωt ആണ് എന്ത് നമ്മുടെ ഇക്വേഷൻ. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, എ എന്ന് പറഞ്ഞാൽ 0.005 അല്ലേ, അതെ എ സൈൻ kx minus ωt. അപ്പോൾ എ എന്നുള്ളത് 0.005 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇനി എന്താ വേണ്ടത് വേവ് ലെങ്ത് ഉണ്ട്. വേവ് ലെങ്ത് വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് k = 2π/λ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ λ is equal to 2π/k. അപ്പോൾ 2π/2 × 3.14/80. k എങ്ങനെ കിട്ടി kx, അതായത് ഇവിടെ 80x. അപ്പോൾ kx ഓക്കെ. അപ്പോൾ ആ kൻ്റെ വാല്യൂ കിട്ടുമ്പോഴേക്കും നമുക്ക് ലാംഡേൻ്റെ വാല്യൂ കിട്ടി. -ωt, ഒമേഗ എത്രയാണ് 3 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം പീരീഡ് t is equal to 2π/ω, 2 × 3.14/3. അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ ഓർമ്മിക്കുക, എന്നിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈ മോഡൽ എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഒട്ടും വൈകിക്കാതെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് ക്വസ്റ്റ്യൻ 36 to 40, അതായത് വലിയ മാർക്കിൻ്റെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡെറിവേഷൻസ്, ന്യൂമറിക്കലൊക്കെ വരുന്നത് അടുത്ത പാർട്ടിലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എത്രയും വേഗം പഠിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് ഇടാം. ഓക്കെ,
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. +2ൻ്റെ ക്ലാസ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വീക്ക്ലി 3 ക്ലാസ്സസ് ആയിട്ട് ഇടാനാണ് പ്ലാന്, റെഗുലറായിട്ട് ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ 36 to 48 കാണാം. താങ്ക് യു. ബൈ.